എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ പുതിയ പ്രൊമോ വിശേഷങ്ങളാട്ടോ. നമ്മുടെ ശ്രുതി ഇത്ര നാളും കെട്ടിപ്പൊക്കിയ ഒരു ചീട്ട് കൊട്ടാരം തകർന്ന് വീണ് അടിഞ്ഞു പോവുകയാണ് കൂട്ടുകാർ. ഇനി നമ്മുടെ രേവതിക്ക് കൂട്ടായിട്ട് നമ്മുടെ ശ്രുതിയും കൂടെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യത്തിന് ഏകദേശം ഒരു തീരുമാനമായി. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശ്രുതി തന്നെ ശ്രുതിയുടെ കുഴി തോണ്ടി എന്നുള്ളൊരു കാര്യമാട്ടോ. നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാകും പലനാൾ കള്ളൻ ഒരു നാൾ പിടി എന്നല്ലേ നമ്മുടെ ശ്രുതിയുടെ അമ്മ പലപ്പോഴും പറയുന്നുണ്ട്, മോളെ നീ ഈ സത്യങ്ങളെല്ലാം തുറന്ന് പറയാം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ പിടിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സംഭവിക്കുകയാണ്. ശ്രുതി അതിബുദ്ധി ചെയ്ത് ശ്രുതിയുടെ ചെറിയച്ഛൻ എന്നും പറഞ്ഞ് ഫേക്ക് ആയിട്ടുള്ള ഒരാളെ മലേഷ്യയിൽ നിന്നും പുറത്തിറക്കുന്നുണ്ട്. ലാസ്റ്റ് ഇദ്ദേഹം തന്നെ നമ്മുടെ പൊങ്കലാഘോഷത്തിൻ്റെ ഇടയിലാട്ടോ, നമ്മുടെ അച്ഛമ്മയുടെ വീട്ടിൽ വെച്ച് പൊങ്കലാഘോഷത്തിൻ്റെ ഇടയിലാണ് ഇദ്ദേഹം വരുന്നത്. പക്ഷേ ഇദ്ദേഹം കുറച്ച് മദ്യപിച്ചൊക്കെ കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും തന്നെ സത്യങ്ങൾ പുറത്തു വരുന്ന രംഗങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മിക്കവാറും അറിയാതെ പുറത്തു വരുന്നതായിരിക്കും. കാരണം സച്ചി എന്തൊക്കെയോ ഇദ്ദേഹത്തിനൊന്നും അറിയുണ്ട്. സച്ചി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചന്ദ്രമതി എന്തായാലും നമ്മുടെ ശ്രുതിയുടെ ഒരു കള്ളത്തരം അറിയണം അല്ലേ. എന്നാലും നമ്മുടെ പരമ്പര ഒന്ന് കൊഴുക്കോളി. ഇപ്പോൾ പരമ്പര കുറച്ച് മന്ദഗതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശ്രുതിയുടെ ഈ കള്ളത്തരം പറഞ്ഞ് ചന്ദ്രമതിയുടെ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചെമ്പനീർ പൂവ് കുറച്ചുകൂടി ഒന്ന് ഉഷാറാകുള്ളൂ. നമുക്ക് പ്രേക്ഷകർക്കും കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാകുള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ രേവതിക്ക് കൂട്ടായി നമ്മുടെ ശ്രുതിയും കൂടെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യത്തിന് ഏകദേശം തീരുമാനമായി അല്ലേ കൂട്ടുകാരെ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.